ഇന്നലെ രാത്രിയായിരുന്നു ദിലീപിന്റെ ശബരിമല ദർശനം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. റിപ്പോർട്ടർ ഇന്നലെ തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. ഹരിവരാസനം പാടുന്നത് മുഴുവൻ നമ്മൾ എല്ലാ ദിവസവും കൊടുക്കാറുള്ളത് പോലെ ഇന്നലെയും കൊടുത്തതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ക്യൂ നിന്ന് ദർശനം നടത്താനായി ഭക്തർ ഉണ്ടായിരുന്ന വേളയിലാണ് ദിലീപ് മറുഭാഗത്ത് നിന്ന് കടന്നു വരുന്നത്. കൃത്യമായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഹരിവരാസന സമയത്ത് മറ്റു ഭക്തർക്കൊന്നുമില്ലാത്ത ഒരു പ്രിവിലേജ് അവിടെ എങ്ങനെയാണ് ദിലീപിന് കിട്ടിയത്? അതിനെയാണ് VIP പരിഗണന എന്ന് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റു ഭക്തർക്ക് ദർശനം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെങ്കിൽ അവർക്കെതിരെയും നടപടിയുണ്ടാകും. കാരണം അവിടേക്ക് ദിലീപിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ്. പോലീസ് അടക്കം കൃത്യമായി മറുഭാഗത്ത് നിന്ന് ഭക്തർ ദർശനം നടത്തി പോകുന്ന വഴി, നടയിൽ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ നിന്നാണ് ദിലീപിന്റെ വരവ്. ദിലീപ് അവിടെ തൊഴുതു നിൽക്കുന്ന വേളയിൽ പിന്നിലൂടെ ഭക്തർ തൊഴുതു പോകുന്നതും കാണാം. എന്നാൽ ഒരേ ഇടത്ത് തന്നെ ഹരിവരാസന വേളയിൽ മുഴുവൻ ശബരിമല ധർമ്മശാസ്താവിന്റെ ദർശനം ഒരാൾക്ക് മാത്രമായി നൽകുന്നതിന് ഇത്രയധികം സൗകര്യമൊരുക്കി കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് റിപ്പോർട്ടർ ഇപ്പോൾ എക്സ്ക്ലൂസീവായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദിലീപ് വരുന്നത് ഭക്തർ തൊഴുതു മടങ്ങുന്ന വഴിയിൽ നിന്നാണ്. ആ ഭാഗത്താണ്, നമുക്ക് അർജുൻ മട്ടന്നൂരിനോട് ചോദിക്കാം, ആ ഭാഗത്താണ് തന്ത്രി അടക്കമുള്ളവരുടെ മുറികളെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് നിന്നാണ് ദിലീപ് ശ്രീകോവിലിന് മുന്നിലേക്ക് വരുന്നത്, ദർശനം നടത്തുന്നു. അപ്പോഴൊക്കെ മറ്റു ഭക്തർ പിന്നിലുള്ള വഴിയിലൂടെ കടന്നു പോവുകയാണ്. പോലീസിനും പിന്നിലുള്ള ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുന്ന ആ ഭാഗത്തുകൂടി ഭക്തർ കടന്നു പോകുന്നത് നമുക്ക് കാണാം. അവർ കടന്നു പോകുന്ന വഴിയിലൂടെയാണ് ദിലീപ് അകത്തോട്ട് വന്നത്. അതായത് പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദിലീപ് സന്നിധാനത്ത് വന്നത്? ദർശനശേഷം ദിലീപ് പറഞ്ഞത് എന്താണ്? കേൾക്കാം. നല്ല ദർശനം കിട്ടി എന്നതാണ് ദിലീപ് പറഞ്ഞത്. എന്തായാലും നല്ല ദർശനമായിരുന്നു അത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. സന്നിധാനത്ത് നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ. ഇന്നലെ അർജുൻ മട്ടന്നൂരും നമ്മുടെ വാർത്താ സംഘവും പകർത്തിയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയായിരുന്നു. ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു അടിസ്ഥാനമില്ലേ എന്ന് സാധാരണക്കാരായ മനുഷ്യർ, അവിടെ ദർശനത്തിനായി മണിക്കൂറുകൾ കുഞ്ഞുങ്ങളുമായൊക്കെ എത്തി ക്യൂ നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുമ്പോഴാണ് ഈ ഒരു പരിഗണന ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. ആ വ്യക്തിക്ക് ഹരിവരാസന സമയം മുഴുവൻ അവിടെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കാൻ കഴിയുന്നത്. പിന്നിലൂടെയുള്ള ഭക്തരെ പതിവ് പോലെ തന്നെ 1-2 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ആ ഒരു ഇടവേളയിൽ കൃത്യമായി പിന്നിലൂടെ കടത്തിവിടുന്നത്, അതെല്ലാം അർജുൻ അവിടെ നേരിട്ട് കണ്ടതല്ലേ? ഗുഡ് ഈവനിങ് സുജയ. അങ്ങനെ തന്നെയാണ്. അതായത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ VIP ക്യൂ എന്നൊരു സംവിധാനം ഇല്ല. മാത്രവുമല്ല, ഇന്നലെ 84,000-ഓളം തീർത്ഥാടകരാണ്, അതായത് വലിയ തിരക്കുണ്ടായിരുന്നൊരു ദിവസം കൂടിയാണ് ഇന്നലെ രാത്രി 10:50-നാണ് ഹരിവരാസനം തുടങ്ങിയത്. ഈ ഹരിവരാസനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ദിലീപ് ഈ സോപാനത്തിന് തൊട്ട് മുന്നിലേക്ക് എത്തുന്നത്. സാധാരണ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് തീർത്ഥാടകർ എത്തുന്നത് ശ്രീകോവിലിൻ്റെ ഇടതുഭാഗത്ത് നിന്നാണ്. ഇടതുഭാഗത്തെ ഫ്ലൈ ഓവർ ഇറങ്ങിയാണ് ഈ തീർത്ഥാടകർ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ വന്നാൽ തന്നെ ഈ ഭാഗത്തുകൂടി, അതായത് ഈ തീർത്ഥാടകർക്ക് സമാന്തരമായി ഈ കാണുന്ന ഭാഗത്തുകൂടി തന്നെയാണ് ഇത്തരത്തിൽ തീർത്ഥാടകർ ഈ മറ്റ് വ്യക്തികളും ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് ദിലീപ് നേരെ എതിർവശത്ത് നിന്ന്, അതായത് തിടപ്പള്ളിയുടെയും അതോടൊപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവ് ഓഫീസിൻ്റെയും ഭാഗത്ത് നിന്ന്, അതായത് തന്ത്രിയുടെയും മേൽശാന്തിയും ഒക്കെ ഇരിക്കുന്ന ആ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്നലെ ദിലീപ് ഈ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിയത്. ഹരിവരാസനം തുടങ്ങുന്നതിന് തൊട്ട് മുൻപാണ് അദ്ദേഹം ഈ ശ്രീകോവിലിന് മുമ്പിലേക്ക് എത്തിയത്. ഈ ദിലീപിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ദൃശ്യങ്ങൾ കാണാം. അതാണ് ആലപ്പുഴ ജഡ്ജിയായ KK രാധാകൃഷ്ണൻ. അദ്ദേഹവും കുടുംബസമേതം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത ബന്ധുക്കൾക്കൊപ്പമാണ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപിൻ്റെ ഒപ്പം മറ്റ് പോലീസുകാരെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നില്ല. ചില ഗാർഡുമാർ, ഒരു പോലീസുകാരനും ഒരു ഗാർഡും, ദേവസ്വം ഗാർഡും അവിടെ നേരത്തെ നിയോഗിച്ച ഡ്യൂട്ടിയിൽ ഈ ചോദ്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇതിലൊരു വിഷയമുണ്ട്. അതായത് നിലവിൽ സന്നിധാനത്ത് ആർക്കും പ്രത്യേക പരിഗണന നൽകരുത് എന്നതാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും നിർദ്ദേശം. അതായത് ഒരു VIP ദർശനം എന്നത് ശബരിമലയിൽ ഇല്ലാത്തൊരു വ്യവസ്ഥിതിയല്ലേ?
തീർച്ചയായും സുജിയ, VIP ദർശനം എന്നൊരു സംവിധാനം ശബരിമലയിൽ ഇല്ല. അത് അത്തരത്തിൽ കാലങ്ങളായി അങ്ങനൊരു സംവിധാനം ഇല്ല. പക്ഷേ പല സമയത്തും നമ്മളിങ്ങനെ കാണാറുണ്ട്. ഇന്നലെ ദിലീപ് എത്തിയത് സിവിൽ വേഷത്തിലാണ്.